തൽക്കാലം ഇപ്പൊ കഴിക്കുന്ന മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. റിസൾട്ട് ഉണ്ടാവുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മറ്റു ട്രീറ്റ്മെന്റുകളെ കുറിച്ച് ആലോചിക്കാം. ശരി ഡോക്ടർ. ഡോക്ടർ, ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? നിങ്ങളെ പേടിക്കാൻ മാത്രമുള്ള തടസ്സങ്ങളൊന്നും ഇല്ല. ഒരു 3 മാസം കൂടി മെഡിസിൻ കഴിക്കുക. ശരി ഡോക്ടർ, എന്നാൽ ഞങ്ങൾ 3 മാസം കഴിഞ്ഞ് വരാം. ഓ ശരി, സന്തോഷത്തോടെ പോയിട്ട് വാ. താങ്ക് യു ഡോക്ടർ. ശരി ഡോക്ടർ. ഹലോ നന്ദ. ആ സന്ധ്യ, താൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അതെ, ഹോസ്പിറ്റലിലാണ്. അഡ്വക്കേറ്റിനെ വിളിച്ചായിരുന്നോ? വിളിച്ചു. 11 മണിക്ക് ശേഷം അദ്ദേഹം ഓഫീസിൽ കാണുമെന്ന്. നമ്മളോട് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞത്. നന്ദൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമല്ലേ? അതെ, ഞാനിപ്പോ ഏകദേശം എത്താറായി. ഞാൻ അകത്തേക്ക് വരണോ അതോ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്താൽ മതിയോ? ഹലോ സന്ധ്യ. ഹലോ, പറയൂ, കേൾക്കാം. സന്ധ്യക്ക് പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. വേഗം ഇറങ്ങുകയാണെങ്കിൽ ഞാൻ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാം. ഞാൻ വേഗം ഇറങ്ങാം. അകത്തേക്ക് വരണമെന്നില്ല. ഹലോ സന്ധ്യ, നെറ്റ്വർക്ക് കട്ടാവുന്നു. ഞാൻ ഡ്രൈവിംഗില്ല. താൻ എന്തായാലും റൂമിൽ വെയിറ്റ് ചെയ്യും. ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഒന്നുകൂടെ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് പോവാം. ഇങ്ങോട്ട് വരണ്ട, പാർക്കിങ്ങിൽ തന്നെ വെയിറ്റ് ചെയ്താൽ മതി. ഹലോ ഹലോ ഹലോ. നിങ്ങളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇന്നായിരുന്നു ഡോക്ടർ വരാൻ പറഞ്ഞത്. ഓ ആണോ? എന്താ ഡോക്ടർക്ക് മറ്റെന്തെങ്കിലും തിരക്കുണ്ടോ? തിരക്ക്, ഒരു സ്ഥലം വരെ പോണമായിരുന്നു. എങ്കിൽ ഡോക്ടർ പോയിട്ട് വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. പോയാ എപ്പോ വരുമെന്ന് അറിയില്ല അർച്ചന. ഒരു കാര്യം ചെയ്യാം, നാളെയോ മറ്റന്നാളോ ഒന്ന് വരാവോ? ഇന്നിനി ധൃതി പിടിച്ചാ ഒന്നും നടക്കില്ല. അതാ. നാളെ എന്ന് പറയുമ്പോ